അങ്ങനെ അതും അവസാനിച്ചു. പ്ലേ ഓഫ് കാണാതെ മുംബൈ ഇന്ത്യൻസ് പുറത്തേക്ക്. ദൈവത്തിന്റെ പോരാളികൾക്ക് തോറ്റോടേണ്ടി വന്നിരിക്കുന്നു. വാങ്കഡയിൽ അവസാനിച്ചത് 12 വർഷത്തെ മുംബൈ ആധിപത്യമാണ്. 2012 വിജയത്തിനു ശേഷം വാങ്കഡയിൽ ജയിക്കാൻ കൊൽക്കത്തയ്ക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. രോഹിത് ശർമ്മ നായകനായ ശേഷം എല്ലാ തവണയും മുംബൈക്കായിരുന്നു ജയം. എന്നാൽ 12 വർഷത്തെ മുംബൈ ആധിപത്യം അവസാനിച്ചിരിക്കുകയാണ്. വിജയപരാജയങ്ങൾ മാറിമറിഞ്ഞ മത്സരത്തിൽ അവസാന ചിരി കൊൽക്കത്തയുടേതാണ്. 12 വർഷങ്ങൾക്ക് ശേഷം വാങ്കഡയിലെ മണ്ണിൽ മുംബൈ ഇന്ത്യൻസിനെ കൊൽക്കത്ത മുട്ടുകുത്തിച്ചിരിക്കുന്നു. ഓൾറൗണ്ട് മികവിൽ 24 റൺസിനായിരുന്നു കൊൽക്കത്തയുടെ ജയം. 170 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ 18.5 ഓവറിൽ 145 റൺസിന് എറിഞ്ഞിട്ടാണ് കൊൽക്കത്ത തങ്ങളുടെ 7ാം ജയം സ്വന്തമാക്കിയത്. ജയത്തോടെ 14 പോയിന്റുമായി കൊൽക്കത്ത പ്ലേ ഓഫ് ബാറിനടുത്തെത്തി. മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിക്കുകയും ചെയ്തു. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിലെ ആദ്യ സീസൺ ഇതോടെ മുംബൈ ഇന്ത്യൻസിന് വലിയ നിരാശയുടേതായി മാറി. മോശം തുടക്കമാണ് മുംബൈക്ക് ലഭിച്ചത്. പവർ പ്ലേ തീരും മുമ്പ് 3-46 എന്ന നിലയിലായിരുന്നു മുംബൈ. ഇഷാൻ കിഷൻ 13, നമൻദീർ 11, രോഹിത് ശർമ്മ 11 എന്നിവർക്കൊന്നും തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. സൂര്യ ആവട്ടെ ഒരറ്റത്ത് പിടിച്ചു നിന്നു. എന്നാൽ മധ്യനിരയിൽ തിലക് വർമ്മ, നെഹാൽ ബദേര, ഹാർദിക് പാണ്ഡ്യ എന്നിവർ നിരാശപ്പെടുത്തി. പിന്നാലെ സൂര്യ, ടിം ഡേവിഡ് സഖ്യം 49 റൺസ് ചേർത്തു. എന്നാൽ സൂര്യയെ പുറത്താക്കി 17ാം ഓവറിൽ ആൻഡ്രെ റസൽ കൊൽക്കത്തയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകി. പിറകെ ഡേവിഡും മടങ്ങി. ജെറാൾഡ് കോട്സി, പീയൂഷ് ചവള എന്നിവരെ പുറത്താക്കി സ്റ്റാർക്ക് മടക്കിയതോടെ കൊൽക്കത്ത വിജയമുറപ്പിച്ചു. ജസ്പ്രീത് ബുംറ പുറത്താവാതെ നിന്നു. 19ാം ഓവറിൽ 3 വിക്കറ്റുകൾ പിഴുത മിച്ചൽ സ്റ്റാർക്കാണ് കൊൽക്കത്തയുടെ ജയം ഉറപ്പാക്കിയത്. 33 റൺസ് വഴങ്ങിയ സ്റ്റാർക്ക് 4 വിക്കറ്റുകൾ വീഴ്ത്തി. സുനിൽ നരൈനും വരുൺ ചക്രവർത്തിയും 4 ഓവറിൽ വെറും 22 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് വീതം വീഴ്ത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്ന കൊൽക്കത്ത 19.5 ഓവറിൽ 169 റൺസിന് ഓൾ ഔട്ടായിരുന്നു. 52 പന്തിൽ നിന്നും 3 സിക്സും 6 ഫോറും അടക്കം 70 റൺസ് എടുത്ത വെങ്കടേഷ് അയ്യരാണ് കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറർ. വെങ്കടേഷിന് ഉറച്ച പിന്തുണ നൽകിയ മനീഷ് പാണ്ഡെ 31 പന്തുകൾ നേരിട്ട് 42 റൺസ് എടുത്തു. 2 വീതം സിക്സും ഫോറും അടങ്ങുന്നതായിരുന്നു പാണ്ഡ്യയുടെ ഇന്നിംഗ്സ്. പവർ പ്ലേയിൽ 3 വിക്കറ്റുമായി നുവാൻ തുഷാര ആഞ്ഞടിച്ചതോടെ 6.1 ഓവറിൽ 5-ന് 57 റൺസ് എന്ന നിലയിലായിരുന്നു കൊൽക്കത്ത. ഫിലിപ്പ് സാൾട്ട്, ആഗ്രിഷ് രഘുവംശി, ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ എന്നിവർ തുഷാരയ്ക്ക് മുന്നിൽ വീണപ്പോൾ സുനിൽ നരൈനെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും റിങ്കു സിംഗിനെ പീയൂഷ് ചവളയും പുറത്താക്കി. കൂട്ടത്തകർച്ച മുന്നിൽ കണ്ട കൊൽക്കത്തയെ 6ാം വിക്കറ്റിൽ ഒന്നിച്ച വെങ്കടേഷ് അയ്യർ, മനീഷ് പാണ്ഡെ സഖ്യം കരകയറ്റുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 83 റൺസ് കൂട്ടിച്ചേർത്ത് ഈ സഖ്യമാണ് കൊൽക്കത്തയ്ക്ക് സ്കോർ 100 കടത്തിയത്. ഈ സീസണിൽ ആദ്യമായി അവസരം ലഭിച്ച മനീഷ് അവസരം ശരിക്കും മുതലാക്കി. 31 പന്തുകൾ നേരിട്ട താരം 2 വീതം സിക്സും ഫോറും നേടി. പിന്നീടെത്തിയ ആൻഡ്രെ റസൽ റണ്ണൌട്ടായത് കൊൽക്കത്തയ്ക്ക് തിരിച്ചടിയായി. രമൺദീപ് സിംഗ്, മിച്ചൽ സ്റ്റാർക്ക് എന്നിവർക്ക് പിടിച്ചു നിൽക്കാനും സാധിച്ചില്ല. അവസാന ഓവറിൽ വെങ്കടേഷ് ബൗൾഡായി. ബുംറയ്ക്കായിരുന്നു വിക്കറ്റ്. 3 സിക്സും 6 ഫോറും താരത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു.